My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 141 എപ്പിസോഡിൽ കാമോമില്ല എന്ന അധ്യായത്തിൻ്റെ 7ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്തിൽ കാമോമില്ലയുമായിട്ട് ബന്ധപ്പെട്ട ചുമയുടെ ചില സവിശേഷതകൾ, ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒക്കെ കെൻ്റ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് കൂടി കാമോമില്ല എന്ന അധ്യായം അവസാനിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാമോമില്ല ഹാസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി മാമറി ഗ്ലാൻഡ്സ്. യു കനോട്ട് പ്രിസ്ക്രൈബ് ഫോർ ദാറ്റ് അൺലെസ് യു ഹാവ് സംതിങ് അലോങ് വിത്ത് ഇറ്റ്, ആൻഡ് ഐ ആം ഷുവർ യു വിൽ റെക്കഗ്നൈസ് എ കാമോമില്ല പേഷ്യൻറ്റ്. സംഭവം എന്ന് വെച്ചാൽ കാമോമില്ല മാമറി ഗ്ലാൻഡ്സിൻ്റെ സ്വെല്ലിങ്ങിനെ കവർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാമോമില്ലയുടെ ജനറൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കാമോമില്ല പേഷ്യൻ്റ് ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് പറയുന്നത്, വ്യംഗ്യമായിട്ട് പറയുന്നതാണ്. The woman goes into convulsions. At the beginning of the confinement, the husband comes into the room in some snappish way to make his wife behave herself. It makes her mad and she goes into convulsions. അപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഉള്ള പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ, ഭർത്താവ് പരുക്കനായിട്ട് അല്ലെ പരുഷമായിട്ട് പെരുമാറുന്നു, സംസാരിക്കുന്നു, അത് ആ സ്ത്രീയിൽ കൺവൾഷൻസ് ഉണ്ടാക്കുന്നു. ദ ഡോക്ടർ പെർഹാപ്സ് ഹാസ് ജസ്റ്റ് ടേൺഡ് ഹിസ് ബാക്ക് അപ്പോൺ ഇറ്റ്, ബട്ട് നൗ ഹി സേസ്, വെൽ വൈ ഡിഡ് ഐ നോട്ട് തിങ്ക് ടു ഗിവ് ദിസ് വുമൺ എ ഡോസ് ഓഫ് കാമോമില്ല? ഇഫ് ഐ ഹാഡ് ഡൺ ദാറ്റ് ഐ വുഡ് ഹാവ് പ്രിവെന്റഡ് ദീസ് കൺവൾഷൻസ്. ഈ സ്ത്രീയെ ഒരു ഹോമിയോപാത്ത് ഒന്ന് പരിശോധിച്ച് പോയതേ ഉള്ളൂ. പക്ഷെ ഒരു കാമോമില്ല കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ആ സ്ത്രീ അത്രക്ക് ദേഷ്യം പിടിക്കുകയോ കൺവൾഷൻസ് ഉണ്ടാകുകയോ ചെയ്യുമായിരുന്നില്ല എന്ന് പറയാം. ഷീ ബിക്കംസ് വെരി ഫിലോസഫിക്കൽ ആഫ്റ്റർ എ ഡോസ് ഓഫ് കാമോമില്ല ആൻഡ് ഓഫൺ ഗോസ് ടു സ്ലീപ്പ്. അപ്പോൾ കാമോമില്ല കൊടുത്തിരുന്നെങ്കിൽ ആ സ്ത്രീ വളരെ തത്വചിന്താപരമായിട്ട് അതിനെ നേരിട്ടേനെ. ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നത്തെ, ഭാര്യ ഭർത്താക്കന്മാരല്ല ആര് തമ്മിലുള്ള പ്രശ്നത്തെയും പലതരത്തിൽ നേരിടാം, പലതരത്തിൽ അതിനെ സമീപിക്കാം. കണ്ണിന് പകരം കണ്ണെന്ന തരത്തിൽ അതിനെ നേരിടുകയാണെങ്കിൽ ഇങ്ങോട്ട് കോപിക്കുമ്പോൾ തിരിച്ചും അങ്ങോട്ട് കോപിക്കാം. പക്ഷേ ഇങ്ങോട്ടുള്ളൊരു മോശമായ പെരുമാറ്റത്തെ തത്വചിന്താപരമായിട്ട് നേരിടുന്നു. അതാണ് ആ സ്ത്രീ ഫിലോസഫിക്കായതിനെ. അപ്പോൾ കൂടുതൽ പ്രശ്നമില്ലാതെ, അവർക്ക് പ്രശ്നമില്ല, കുടുംബത്തിന് പ്രശ്നമില്ലാതെ അത് പരിഹരിക്കപ്പെട്ടതിന്. അപ്പോൾ ശരിയായ ഹോമിയോപ്പതി ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ മെച്ചപ്പെടും. നല്ല കുടുംബ അന്തരീക്ഷങ്ങളും നല്ല സാമൂഹ്യ ജീവിതവും ഒക്കെ ഉണ്ടാകും. ഹോമിയോപ്പതിയുടെ ഒരു സോഷ്യൽ റിലവൻസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. There are many suffocative attacks and difficulties of breathing, inflammation of the larynx, etc. that you can read up easily. ശ്വസനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലാരിങ്സിൻ്റെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ട്. The cough of the chamomilla has some striking things in it. It is a hard cough, a dry hawking cough. The child goes to sleep at night and coughs and does not wake up. അപ്പോൾ കുട്ടി രാത്രി ചുമക്കുന്നു, പക്ഷേ അത് ഉണരുന്നില്ല. ഒരു സവിശേഷത. coughs in its sleeps, ഉറക്കത്തിൽ ചുമച്ചുകൊണ്ടിരിക്കുന്നു. It has a little feverish, has taken cold, and one side of the face is flushed. അപ്പോൾ തണുപ്പടിച്ച് പനി വന്നിട്ടുണ്ട്, മുഖത്തിൻ്റെ ഒരു വശം ചുവന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ക്രാബ്ഡ് വെൻ ഇറ്റ് ഈസ് അവേക്ക്. ഉണർന്നിരിക്കുമ്പോൾ ഒരു മൂശാട്ട സ്വഭാവം നമ്മൾ പറയില്ലേ, ഈ ക്രാബിറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ ഗ്രാമീണ ഭാഷയിൽ മൂശാട്ട സ്വഭാവം എന്ന് പറയുന്ന സ്വഭാവമാണ്. ഉണർന്നിരിക്കുമ്പോൾ ആ കുട്ടി അതാണ്. The child becomes angry when it has cold and a little cough, and a little disturbance of the larynx and bronchial tubes has been noticed coming on, and all at once it becomes more excitable, wants to be carried, and if not pleased or is angered, it will go into a hard coughing spell and cough and vomit. തണുപ്പടിച്ച് ചെറിയൊരു ചുമയുണ്ടാകുന്നു, സ്വനവേടകത്തിൽ തൊണ്ടയിൽ ചെറിയ ചൊറച്ചിലൊക്കെ മാതിരി ഉണ്ടാകുന്നു, ബ്രോങ്കിയൽ ട്യൂബിൽ സ്പർശം ഉണ്ടാകുന്നു, ചുമ വരുന്നു, അല്ലാതെ ഉത്തേജിതാവസ്ഥയിലാകുന്നു, ദേഷ്യപ്പെടുന്നു, എടുത്തുകൊണ്ട് നടക്കണം,
അടുത്ത് നടക്കുന്നതുകൊണ്ട് അതിനൊരു ഒരു ശാന്തത കിട്ടിയില്ലെങ്കിൽ വീണ്ടും ദേഷ്യം വരുന്നു, ചുമ വരുന്നു, ഛർദ്ദിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും. അതാണ് ഈ ക്രാബിഷ് ക്യാരക്ടർ എന്ന് പറയുന്നത്. കോഫിംഗ് സ്പെൽസ് ഫ്രം ആങ്കർ, ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ചുമ, ഒരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് ഹി കോസ് വെൻ ദർ ഇസ് ഓൾറെഡി എ കോൾഡ് ഓർ എ കോഫ് ആൻഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കംസ് ആംഗ്രി ഹി ഹാസ് എ ഫിറ്റ് ഓഫ് കോഫിംഗ്. ചുമയുണ്ട്, അതിനൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് പിന്നെയും ചുമയുടെ ഒരു സ്പെല്ല് വരുന്നു. കോഫിംഗ് കംപ്ലയിൻസ് ആൻഡ് ചെസ്റ്റ് കംപ്ലയിൻസ് ആൻഡ് ലാരിഞ്ചിയൽ കംപ്ലയിൻസ് ആർ ജനറലി വേഴ്സ് അറ്റ് നൈറ്റ്. ചുമയായിട്ടുള്ള പ്രശ്നങ്ങൾ, നെഞ്ചുമായിട്ടും തൊണ്ടയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രാത്രിയിൽ കൂടുതൽ മോശമാകുന്നു. ഇനി രാത്രി കൃത്യമായിട്ട് എപ്പോഴാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. ദ ഫീവറിഷ് കണ്ടീഷൻസ് കംസ് ഓൺ അറ്റ് നൈറ്റ് വിത്ത് കാമോമില കോൾഡ്സ്, വിത്ത് കാമോമില വൂപ്പിംഗ് കോഫ്, വിത്ത് കാമോമില ചെസ്റ്റ് കംപ്ലയിൻസ്. കാമോമിലുള്ള കോൾഡ്, ചുമ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള നെഞ്ചുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പനിയുടേതായിട്ടുള്ള ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ കംപ്ലയിൻസ് ഓഫ് കാമോമില ആർ ബെറ്റർ ആഫ്റ്റർ മിഡ് നൈറ്റ്. അർദ്ധരാത്രി കഴിയുമ്പോൾ കാമോമിലുള്ള മിക്ക പ്രശ്നങ്ങളും മെച്ചപ്പെടും. ഇനി അതിൻ്റെ അഗ്രവേഷൻ എന്താണ്? ഫ്രം 9 o'clock ടു മിഡ് നൈറ്റ് ദേ ആർ വേഴ്സ്. രാത്രി 9 മുതൽ 12 മണി വരെ, അർദ്ധരാത്രി വരെ സ്ഥിതി മോശമാണ്. അർദ്ധരാത്രി കഴിഞ്ഞാൽ മെച്ചപ്പെടും. ഡ്രൈ കോഫ് വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിലും രാത്രിയും ഈ വരണ്ട ചുമ വർദ്ധിക്കുന്നു. ഡ്രൈ കോഫ് ഫ്രം കാച്ചിങ് കോൾഡ്, തണുപ്പിടിക്കുന്നതുകൊണ്ടുള്ള വരണ്ട ചുമ. റഫ് സ്ക്രാപ്പിംഗ് കോഫ് ഓഫ് ചിൽഡ്രൻ ഇൻ വിന്റർ വിത്ത് ടിക്ലിംഗ് ഇൻ സൂപ്രാസ്റ്റേണൽ ഫോസ വേഴ്സ് അറ്റ് നൈറ്റ്. തണുപ്പ് കാലത്ത് രാത്രി കുട്ടികളുണ്ടാകുന്ന ചുമ, ഈ തൊണ്ടക്കുഴിയിൽ ഉണ്ടാകുന്ന ഒരു തരം ചൊറിച്ചിൽ കൊണ്ടുണ്ടാകുന്ന ചുമ. ഡ്രൈ കോഫ് കണ്ടിന്യൂയിങ് ഡ്യൂറിങ് സ്ലീപ്പ്. ഈ വരണ്ട ചുമ ഉറക്കത്തിലും, പേഷ്യൻ്റ് ഉണരാതെ തന്നെ ഉറക്കത്തിലും തുടർന്നുകൊണ്ടിരിക്കും. അമീലറേഷൻ ഓഫ് കോഫ് വെൻ ഗെറ്റിംഗ് വാം ഇൻ ബെഡ്. കിടക്കയിൽ കിടന്നൊന്ന് ചൂടായി കഴിഞ്ഞാൽ ശമനമുണ്ട്. Chamomile is very common remedy in whooping cough where the child wants to be carried, keeps the nurse busy all the night time. അപ്പോൾ കാമമുള്ള ഒരു സ്വഭാവം, അസ്വസ്ഥ സ്വഭാവം, കൈമാറണം, പരിചരിക്കുന്നവരൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വൂപ്പിംഗ് കോഫിനെ കാമോമില സുഖപ്പെടുത്തും. Coughs and gags, vomits, and it is very irritable and capricious in all of its wants and coughs during sleep. അപ്പോൾ ഈ പെട്ടെന്നുള്ള സ്വഭാവമാറ്റം, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ ചുമ, നെഞ്ചിങ്ങനെ മുറുകെ പിടിക്കുന്ന പോലുള്ള ചുമ, ഛർദി, ഇതൊക്കെ ഉറക്കത്തിലുള്ള ചുമയൊക്കെ ഈ ഒരു മെൻ്റൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ കാമോമില സുഖപ്പെടുത്തും. Can now easily detect the chest symptoms. They go with the mental symptoms and the irritability of and cough. അപ്പോൾ ചെസ്റ്റ് സിംറ്റംസ് എല്ലാം തന്നെ മെൻ്റൽ സിംറ്റംസുമായിട്ടും ചുമയുമായിട്ടും ബന്ധപ്പെട്ട. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഒരു പേഷ്യൻറ്റിൻ്റെ മനസ്സ് ആ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ടും ചേർന്ന് നിൽക്കുന്നതിലത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ മെൻ്റൽ സിംറ്റംസ് പ്രൊമിനൻ്റ്. ഇറ്റ് ഈസ് ദ സെയിം കാമോമില കോഫ് ഡ്യൂറിങ് സ്ലീപ്പ്. കാമോമില കഫ് എന്ന് പറയുന്നത് ഉറക്കത്തിലുള്ള ചുമ, അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. കോഫ് ഡ്യൂറിങ് സ്ലീപ്പ്. ഡ്യൂറിങ് മോസ്റ്റ് ഓഫ് ദ കംപ്ലയിൻസ്, ഫീവേഴ്സ്, കോൾഡ്, അക്യൂട്ട് കംപ്ലയിൻസ് ആൻഡ് ലിറ്റിൽ അറ്റാക്സ്, ബേണിംഗ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ്. ഈ തണുപ്പിലൊക്കെ, തണുപ്പിടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, കോൾഡിലൊക്കെ എക്സ്ട്രീമിറ്റീസിൽ ബേണിംഗ് സെൻസേഷൻ ഒരു സവിശേഷതയാണ്. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ലിംസ്, കുത്തുന്നോളുള്ള വേദനകൾ ലിംസിൽ. ക്രാമ്പിംഗ് ഇൻ ദ മസിൽസ്, പേശികളിൽ വലിച്ചു കോച്ചിൽ. ലിംസ് ഗോ ടു സ്ലീപ്പ്, ഓരോ ലിംബായിട്ട് ഉറങ്ങിപ്പോകുന്ന പോലത്തെ ഒരവസ്ഥ. അങ്ങനെ ചിലർ പറയാറുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കൈ കാലൊക്കെ ഇങ്ങനെ ഉറങ്ങി മയങ്ങി ഒരു ഭാഗം മാത്രമായിട്ട് ഉറങ്ങിപ്പോയൊരവസ്ഥ. With the pains in the limbs and sometimes in other parts, but particularly in the limbs, a benumbed feeling or pains with the feeling of deadness, pains accompanying by a benumbed feeling, sometimes almost complete loss of sensation of the skin. And the pains in the leg nerves in the extremities are very violent and the patient seems just as sensitive to pain as at other times. അപ്പോൾ വേദനയുണ്ട്, സെൻസിറ്റീവാണ്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാല് മാത്രം, അല്ല രണ്ട് കാലും, ഒരു കൈ, അങ്ങനെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ മരവിച്ച, അവിടെ ഉറങ്ങിപ്പോയ അല്ലെങ്കിൽ അവിടെ മരിച്ചുപോയ ഒരവസ്ഥ. ഒരു ടിപ്പിക്കൽ കാമോമില കണ്ടീഷനാണ്. മെൻ്റൽ സ്റ്റേറ്റ്സും അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം. Extremely sensitive to pain, but the pains themselves cause a benumbing feeling to follow them.
വേദനയോട് അങ്ങേയറ്റം സെൻസിറ്റീവാണ്. പക്ഷേ വേദന കൊണ്ട് തന്നെ ഈ ഒരു മരവിച്ച ഒരു അനുഭവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് തരത്തിലും അവിടെ വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ കോൾഡ് ഇൻ ഓൾഡർ ബുക്സ് എ പാരലൈസിങ് പെയിൻ. പഴയ മെറ്റീരിയൽ ടെസ്റ്റിൽ ഇതിനെ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന വേദന എന്ന് തന്നെ പറയാറുണ്ട്. കൺവൾഷൻസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്, കൺവൾഷൻസ് ഓഫ് ദ ഹോൾ ബോഡി, എക്സ്ട്രീമിറ്റീസിലും ശരീരം മുഴുവനും വലിച്ചു കോച്ചലൊക്കെ ഉണ്ട്. ഇതിൽ ഫ്ലോറെ കൊണ്ടിരിക്കുകയാണ്. ക്രാംസ് ഇൻ ദ ലെഗ്സ് ആൻഡ് കാവ്സ്, ടിയറിംഗ് പെയിൻസ് ഇൻ ദ ഫീറ്റ് ഫോളോയിങ് എ സിവിയർ ചിൽ, ബേണിംഗ് യുവർ സോൾസ് അറ്റ് നൈറ്റ്, പുഷ് ദ ഫീറ്റ് ഔട്ട് ഓഫ് ബെഡ്. അപ്പോൾ രാത്രി കാൽവെള്ള പൊള്ളുന്ന അനുഭവം, അതുകൊണ്ട് കിടക്കയിൽ നിന്നും കാല് പുറത്തേക്ക് ഇടുന്നു. ഇപ്പോൾ പുതപ്പുണ്ടെങ്കിൽ പുതപ്പിന് പുറത്തേക്ക് ഇടുന്നു. ഒരു കടുത്ത കോൾഡ് തണുപ്പടിച്ചു കഴിഞ്ഞാൽ കാലിൽ കടുത്ത വേദന. ഓൾ ദ റൂട്ടീൻ പ്രിസ്ക്രൈബേഴ്സ് വെനെവർ ദ പേഷ്യൻ്റ് ഈസ് നോൺ ടു പുട്ട് ദ ഫീറ്റ് ഔട്ട് ഓഫ് ബെഡ് ഗിവ് സൾഫർ. അതൊരു മറ്റൊരു തെറ്റായൊരു കാര്യം പറയുകയാണ്. റൂട്ടീൻ പ്രിസ്ക്രൈബേഷനെ കുറിച്ചാണ്. പഴയ കാലത്ത് രാത്രി കിടക്കയിൽ നിന്നും അല്ലെങ്കിൽ പുതപ്പിൽ നിന്നും കാല് പുറത്തേക്ക് ഇടുന്നു. ആ ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടീനായിട്ട് സൾഫർ കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നൊക്കെ എൻ്റെ പറയുന്നത്. കാരണം കാമോമിലൊക്കെ അതുണ്ട്. യെറ്റ് ദർ ഇസ് എ ലാർജ് ലിസ്റ്റ് ഓഫ് റെമഡീസ് വിത്ത് ദ ഹോട്ട് ഫീറ്റ്, ബേണിംഗ് സോൾസ്. ഒരുപാട് മരുന്നുകളുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം വിൽ പുട്ട് ദ ഫീറ്റ് ഔട്ട് ഓഫ് ബെഡ്, ഓഫ് കോഴ്സ്, ടു കൂൾ ദം ഓഫ്. ചൂട് കൊണ്ട് തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സൾഫർ മാത്രം അതിന് കൊടുക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രാക്ടീസാണ് സൂചിപ്പിക്കുന്നത്. ദർ ഇസ് നോ റീസൺ വൈ ദേ ഷുഡ് ഓൾ ഗെറ്റ് സൾഫർ. Another feature of the pain that comes on at night, sometimes before midnight, is they are so violent that he cannot keep still. അപ്പോൾ രാത്രി വരുന്ന ചില വേദനകൾ അത് അർദ്ധരാത്രിക്ക് മുൻപ് വല്ലാതെ വർദ്ധിക്കുന്നു. അയാൾക്ക് അനങ്ങാതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. When the child has pains, he wants to be carried. That seems to do him good. കുട്ടിയിലാണെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ കുട്ടിക്ക് അതുകൊണ്ട് ഒരു മെച്ചമുണ്ട്. When the adult has pains at night in bed, he gets up and walks the floor. അപ്പോൾ രാത്രി ആണ് കിടക്കയിൽ കിടന്നു കഴിഞ്ഞ് ഒരു മുതിർന്ന ആൾക്കാണ് ഈ വേദന ഉണ്ടാകുന്നതെങ്കിൽ എഴുന്നേറ്റ് നടക്കും. ബിനംബിങ് പെയിൻസ്, പെയിൻസ് അമീറഡ് ബൈ ഹീറ്റ്, പെയിൻസ് ദാറ്റ് ഡ്രൈവ് ഹിം ഔട്ട് ഓഫ് ബെഡ് അറ്റ് നൈറ്റ് വിത്ത് ട്വിച്ചിങ് ഓഫ് ദ ലിംസ്. അപ്പോൾ രാത്രിയുള്ള വേദന, മരവിപ്പിക്കുന്ന വേദന, ചൂടുകൊണ്ട് ശമനം, ലിംസിൽ ട്വിച്ചിങ്സ്, വലിച്ചുകോച്ചലുകൾ, കിടക്കയിൽ നിന്നിറങ്ങി നടക്കും. ഓവർ സെൻസിറ്റീവ് പെയിൻ, കാമോമിലിൻ്റെ പൊതു സ്വഭാവം, ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി. ദ കാമോമില പേഷ്യൻ്റ് കനോട്ട് ഗോസ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രി ഉറങ്ങാൻ പറ്റില്ല കാമോമില പേഷ്യൻ്റ്. എങ്ങനെയാണ്? ഹീ സ്ലീപ്പി ലൈക്ക് ബെൽ ബട്ട് ഹീ കനോട്ട് സ്ലീപ്പ്. ബെല്ലിൻ്റെ ഒരു സ്വഭാവമാണ്, ഉറക്കം വരുന്നത് പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ഇഫ് ഹി ക്വയറ്റ്സ് ഡൗൺ ഡ്യൂറിങ് ദ ഡേ ഹീ വാണ്ട്സ് ടു ഗോ ടു സ്ലീപ്പ്. അപ്പോൾ പകല് ശാന്തമായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ തോന്നും. ബട്ട് ആസ് സൂൺ ആസ് ദ ടൈം കംസ് ടു ഗോ ടു ബെഡ് ഹീസ് വൈഡ് അവേക്ക്. പക്ഷെ ഉറങ്ങാൻ ഉള്ള നേരമായി, കിടക്കയിലേക്ക് പോകണമെന്ന് പറയുമ്പോഴേക്കും ആൾ ഉറന്നു പോകും. ഹീ സ്ലീപ്ലെസ് ആൻഡ് റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ്, എസ്പെഷ്യലി ദ ഫോർ പാർട്ട്. അർദ്ധരാത്രിക്ക് മുമ്പുള്ള ഭാഗം, രാത്രിയുടെ ആദ്യ യാമങ്ങൾ, ആ യാമങ്ങളിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ. അറ്റ് ടൈംസ് ദ കാമോമില പേഷ്യൻ്റ് ബിക്കംസ് സോ ഫുൾ ഓഫ് വിഷൻസ് and so much excited during the fore part of the night in his effort to go to sleep that when he does go to sleep, he jerks and twitches and has horrid dreams and is full of sufferings. അപ്പോൾ അർദ്ധരാത്രിക്ക് മുമ്പ് ആദ്യയാമങ്ങളിൽ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങൾ, അസ്വസ്ഥത, ദുസ്വപ്നങ്ങൾ, വലിച്ചുപോച്ചകളൊക്കെ ഉണ്ട്. ആങ്ഷ്യസ് ഡ്രീംസ്, സീസ് ഹൊറിബിൾ അപ്പാരിറ്റേഷൻസ് ആൻഡ് സ്റ്റാർട്സ്. വളരെ ഉത്കണ്ഠയുണ്ടാകുന്ന സ്വപ്നങ്ങൾ, ഭയാനകമായിട്ടുള്ള ദർശനങ്ങൾ, ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ സ്വപ്നം കാണുന്നു. ഡ്രീംസ് അബൌട്ട് ഫേറ്റൽ ആക്സിഡൻറ്റ്സ്, മാരകമായ അപകടങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു. വോൺ ഔട്ട് മെൻ്റലി ഫ്രം ട്രൈങ് ടു ഗോ ടു സ്ലീപ്പ് ആൻഡ് ഹീസ് ടയർഡ് ഔട്ട്. ഉറങ്ങാൻ ശ്രമിച്ച് ആകെ തളർന്നു പോകുന്നു, മനസ്സാകെ തളർന്നു പോകുന്നൊരവസ്ഥ, ആകെ വോണൗട്ടായി പോകുന്ന, ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥ. അങ്ങനെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അസ്വസ്ഥതകളും കാമോമിലുണ്ട്. കാമോമിലുള്ള ജനറൽ സിംപ്റ്റംസായിട്ട് വന്നു കഴിഞ്ഞാൽ
ഉറക്കമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെയും അത് പരിഹരിക്കും. ഇതോടുകൂടി കാമോമിൽ എന്നുള്ള അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സാധാരണ ഈ എൻ്റെ തന്നെ പറയുന്ന റൂട്ടീൻ പ്രിസ്ക്രൈബേഴ്സ് അങ്ങനെ അബ്യൂസ് ചെയ്യുന്ന പലപ്പോഴും നല്ല ഗുണം കിട്ടും, പലപ്പോഴും അബ്യൂസും ഉണ്ട്. അങ്ങനെ ഏറെ ഉപയോഗപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാമോമിൽ എന്നുള്ള ഔഷധത്തിൻ്റെ ഒരുപാട് ഉപകരിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിനെയൊക്കെ പ്രാക്ടീസ് സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതൊക്കെ വായിക്കുക, നന്നായിട്ട് പഠിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നക്സോമിക്ക എന്നുള്ള അധ്യായം ആരംഭിക്കാം. നക്സ് വളരെയധികം വേഴ്സറ്റൈലായിട്ടൊരു ഔഷധമാണ്, ഒരുപാട് ഉപയോഗിക്കുന്ന ഔഷധമാണ്. ഞാനിത് തുടർച്ചയായിട്ട് എടുക്കാൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കാരണം ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ ചില മണ്ഡലങ്ങളിൽ കാമോമിലയും നക്സും ഒക്കെ ചേർന്ന് വരുന്നുണ്ട്. കെൻഡൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നക്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ ആരംഭിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നിങ്ങളാവുന്ന തരത്തിലൊക്കെ അതിനെ സഹായിക്കുക. അത് ഹോമിയോപ്പതിയുടെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രയത്നമാണ്. കഴിയുന്ന എല്ലാവരും ഇതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.